ഹായ് ഓൾ അസ്സാം വലൈക്കും. അപ്പോൾ ഇങ്ങനെ നമ്മളെ മക്കൾ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോഴത്തേക്കുള്ള നല്ല അടിപൊളി പലഹാരങ്ങളാട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എൻ്റെ മോളെ കൊണ്ട് ഞാൻ രാവിലെ അയൺ ചെയ്യിപ്പിക്കലുണ്ട്. കാരണം നമ്മളെ മക്കളെ കൊണ്ട് മാക്സിമം നമ്മൾ അവരുടെ കാര്യങ്ങൾ ചെയ്ത് ശീലിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്ത് കൊടുക്കലായിരുന്നു പതിവ്. ഇപ്പോൾ അവളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാറുണ്ട്. പക്ഷേ മൂത്ത ആൾ എല്ലാം പെട്ടെന്ന് തന്നെ പഠിച്ചിട്ടുണ്ട്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മളെ മൂത്ത കുട്ടികൾ എപ്പോഴും വേഗം അവരവരെ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇളയ കുട്ടികൾ എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. അവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം അതിന് താഴത്തെ കുട്ടികൾ വരാത്തതുകൊണ്ട് അവർ പിന്നെ സ്വയം ഒന്നും ചെയ്ത് പഠിക്കാതെ നമ്മളിങ്ങനെ ഇളം കുട്ടിയായിട്ട് ഇങ്ങനെ എല്ലാം ചെയ്ത് കൊടുക്കുമല്ലോ. അങ്ങനെ തന്നെ ഇവളെ കാര്യം. ഇപ്പം ഞാൻ അതൊക്കെ മാറ്റി വെച്ച് ഞാൻ അവളുടെ അടുത്ത് പറയും, നീ തന്നെ നിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ട് ആ ഒരു കുട്ടിക്ക് വരണം എന്നുള്ള അങ്ങനെ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. നമ്മളെ മക്കൾ സ്കൂളിൽ നിന്ന് ഭയങ്കര ക്ഷീണിച്ചിട്ടായിരിക്കുമല്ലോ വരിക. അപ്പോൾ അവർ പോയി ക്ലീനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് ചോറൊക്കെ തിന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വൈകുന്നേരം ഒന്ന് കുറച്ച് മുമ്പേ ഇറങ്ങും കേട്ടോ. കിച്ചണിൽ മക്കൾ വരുന്ന ഒരു മണിക്കൂർ മുമ്പേ ഇറങ്ങിയിട്ട് അവർ ക്ഷീണിച്ച് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് നമ്മുടെ പത്തിരിപ്പൊടിയില്ലേ അതാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ടിട്ട് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കണം. പത്തിരി നമ്മൾ സാധാരണ ചുടുന്ന സമയത്ത് ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് 2 ഗ്ലാസ് വെള്ളം ആ ഒരു രീതിക്കാണ് ഞാൻ എടുക്കൽ. പക്ഷേ ഇപ്പം ഞാൻ ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു ഗ്ലാസ് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും 1/2 ഗ്ലാസോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ഓരോരുത്തർ അരിപ്പൊടിക്ക് അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നമ്മളെ റേഷൻ അരി തന്നെ കടയിൽ കിട്ടുന്ന അതാണ് പൊടിപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഒറോട്ടിയുടെ വീഡിയോ കണ്ടപ്പോൾ അതിൻ്റെ ഒരു അരിപ്പൊടിയുടെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പൊടിപ്പിക്കുന്ന രീതി. അത് ഞാൻ ഇൻഷാ അല്ലാഹ് ചെയ്യാം. എൻ്റെ കയ്യിലുള്ളത് കഴിഞ്ഞിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് പുതിയത് പൊടിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ അത് ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് ഞാൻ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എന്താ പറയുക, ഒരു തടി കുറഞ്ഞ പഴമാണ്, അധികം കട്ടിയില്ല, ഒരു നീളത്തിലുള്ള പഴമാണ്. അപ്പോൾ നല്ല വലിയ തടിച്ച പഴയിലാണെങ്കിൽ ഒന്നും മതിയാവും. അപ്പോൾ ഇത് അധികം നമുക്ക് ഇതിൻ്റെ ഫ്ലഷ് കിട്ടൂല. അതുകൊണ്ട് ഞാൻ 2 മാത്രം എടുത്തിട്ട് നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്തെ സ്റ്റൗവിൽ 2 അച്ച് ശർക്കര അതും ഒന്ന് അലിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേറൊരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് റവ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. 2 ഡിഷസ് ആട്ടോ ചെയ്തെടുക്കുന്നത്, ഒന്ന് സ്പൈസി ആയിട്ടും ഒന്ന് സ്വീറ്റ് ആയിട്ടും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ എപ്പോഴും ഉണ്ടാക്കലുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. ചില ദിവസങ്ങൾ ഓരോരോ എനിക്ക് നല്ല ഉഷാറെല്ലാം ഉണ്ടെങ്കിൽ 2 ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി കൊടുക്കും മക്കൾക്ക്. എപ്പോഴും അവർക്ക് ഒരു സ്വീറ്റ് കൊടുക്കുമ്പോൾ കുറച്ച് സ്പൈസ്, ഒരാൾക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള വേണം, ഒരാൾക്ക് നല്ല സ്വീറ്റാണ് വൈകുന്നേരത്തേക്ക് ഇഷ്ടം. അപ്പോൾ എല്ലാവരും ഇഷ്ടവും നോക്കണമല്ലോ. പിന്നെ രാത്രി അങ്ങനെ ഫുഡൊന്നും മെയിനായിട്ട് ആരും കഴിക്കുന്നില്ല. ഈ മെയിനായിട്ട് വൈകുന്നേരത്തെ ഒരു ചായ കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ പഠിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ കിടന്നുറങ്ങാനും ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ ആ നല്ലപോലെ റവ വറുത്തെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഒരു ഉള്ളിയുടെ പകുതി എടുത്തിട്ട് കേട്ടോ, അത് ചെറുങ്ങനെ മുറിച്ചിട്ടിട്ട് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഉള്ളിയിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ കാഷ്യൂസ് ഇല്ല അതും ഇങ്ങനെ കുഞ്ഞിങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്യൂസ് എല്ലാം നമ്മളെ കുട്ടികൾക്ക് ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. അതേപോലെ തന്നെ ഗീ ഒക്കെ എന്താ വെച്ചാൽ ഹെൽത്തി ഫാറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ. കുട്ടികൾക്ക് പ്രത്യേകിച്ചും കുട്ടികൾക്കാലും മുതിർന്നവർക്കാർക്കുള്ള ഹെൽത്തി ഫാറ്റ് നല്ലതാണ്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കുറച്ച് ഗീ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യട്ടെ. ഞാൻ ലാസ്റ്റ് കുറച്ച് ഗീ ആഡ് ചെയ്യുന്നുണ്ട്. ഗീയൊക്കെ കൊടുക്കുന്നത് കൊണ്ട് കുട്ടികൾ ആ ഡ്രൈ സ്കിന്നും പിന്നെ പ്രത്യേകിച്ച് ഈ തണുപ്പ് കാലത്തൊക്കെ നമ്മുടെ സ്കിന്ന് വല്ലാണ്ട് ഡ്രൈ ആവും. അപ്പോൾ ഹെൽത്തി ഫാറ്റിൻ്റെ കുറവ് നല്ലോണം ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ കാന്താരി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാന്താരി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നടുകെ കയറിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആ എരിവൊന്ന് കഴിയണമല്ലോ, അതിന് വേണ്ടി. ഇപ്പോൾ സാദാ പച്ചമുളകാണെങ്കിൽ അതായാലും മതി. ഒന്ന് നല്ലപോലെ ഈ ഒരു എണ്ണയിൽ നിന്ന് മൂത്ത് വരട്ടെ. കാന്താരി ഇട്ടിട്ടുള്ള പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഇതിന്. എനിക്ക് ഞാൻ മാക്സിമം എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്തിൽ കാന്താരി കയ്യിലുണ്ടെങ്കിൽ കാന്താരി തന്നെ ഇടാം. ഇനി ഒരു കൈപ്പിടി കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ചില കുട്ടികൾക്ക് കിസ്മീസും കാഷ്യൂസും ഒന്നും ഇഷ്ടമല്ല. ഇവിടെ കിസ്മീസ് ഇഷ്ടമല്ല കേട്ടോ. ഇതിപ്പോൾ പെറുക്കി എൻ്റെ പ്ലേറ്റിലേക്ക് മാറ്റും കിസ്മീസ്. പക്ഷേ കാഷ്യൂസ് അവർ കഴിച്ചോളും. കിസ്മീസ് പിന്നെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഇത്രത്തോളം ഇട്ട് കൊടുക്കുന്നത്. ചില കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ, പായസത്തിൽ പോലും കാഷ്യൂസും ഒന്നും കഴിക്കാത്ത കുട്ടികളുണ്ട്. അപ്പോൾ ഒരു ക്യാരറ്റ് നമ്മൾ അരി പൊടിക്കുന്ന മിക്സറുടെ ജാറില്ലേ അതിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് പുഴുങ്ങിയതല്ലേ, പച്ച ക്യാരറ്റ് തന്നെ തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഈ വെളിച്ചെണ്ണയൊക്കെ അതും കൂടി ഒന്ന് മൂത്ത് വരട്ടെ. ഈ ഒരു ക്രഷ് ചെയ്ത സംഭവം തന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ടിടാം. അങ്ങനെ ഇട്ട നീളത്തിൽ ആ കുട്ടികൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതിപ്പോൾ പുട്ടുപൊടി പോലെ പൊടിഞ്ഞിട്ടുണ്ട്. പൊടിഞ്ഞത് ഇതിൽ നിന്ന് പിന്നെ കുട്ടികൾക്ക് അങ്ങനെ വേർതിരിച്ചെടുക്കാനോ ഒന്നും പറ്റില്ല. സാധാരണ നമ്മൾ വെജിറ്റബിൾ കൊടുത്താൽ കുട്ടികളുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് അവിടെ നീക്കി വെക്കും. നിങ്ങളുടെ വീട്ടിലും അങ്ങനെ തന്നെയാണ്, ഇവിടെ അങ്ങനെയാണ്. ഞാനിപ്പോൾ ഒരു വെജിറ്റബിൾ സ്റ്റൂ ഒക്കെ വെച്ചാൽ അവർ കഷ്ണം കഴിക്കുകയേ ഇല്ല. അത് സാമ്പാർ വെച്ചാലൊക്കെ കഷ്ണം ഇവിടെ മാറ്റി വെച്ചിട്ട്
ബാക്കിയുള്ള ആ ഒരു ഗ്രേവി മാത്രം കൂട്ടി കഴിക്കാമെന്നൊരു പതിവാണ് ഇവിടുത്തെ രണ്ടാമത്തെ ആൾക്ക് മെയിനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ക്യാരറ്റ് ഇട്ടാൽ അതിന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ. ഇതിപ്പോൾ എല്ലാം അങ്ങ് യോജിപ്പിച്ച് പോകും. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് റവയല്ലേ വറുത്ത് മാറ്റി വെച്ചത്, അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ അത്യാവശ്യം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് പിന്നെ എന്താണ് ഞാൻ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/4 ടീസ്പൂണ് ഗീയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ തിളച്ചിട്ടൊന്ന് മിക്സായി വരട്ടെ. അതിനുശേഷം ഈ ഒരു റവ ഇട്ടിട്ട് മിക്സ് ചെയ്താൽ നമ്മൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഉപ്മാവ് റെഡി. സാധാരണ നോർമലായിട്ട് നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കുന്ന രീതിക്ക് കഴിച്ചാൽ ഉണ്ടാക്കിയെടുത്താൽ ചിലപ്പോൾ നമ്മളെ വീട്ടിലെ കുട്ടികൾ കഴിക്കൂല കേട്ടോ. ഞാനും അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് ടൈമല്ല ഉപ്മാവ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ എൻ്റെ മക്കൾ ആ ഭാഗത്ത് പോലും വരില്ല. പക്ഷേ ഈ ഒരു രീതിക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങളും ഒന്ന് ഈ ഒരു രീതിയിൽ മക്കൾ വരുന്ന സമയത്ത് നല്ല ഹെൽത്തി എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു ഹെൽത്തി ആയിട്ട് സംഭവമില്ല. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ അതുമല്ല ഇത് ഉണ്ടാക്കാൻ ഈസിയാണ്, കുറേ സാധനങ്ങളൊന്നും വേണ്ട. പിന്നെ ഗീയെല്ലാം നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ മാക്സിമം ഓയിലിൻ്റെ അളവ് കുറക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക എന്നുള്ളതാണ്. വെളിച്ചെണ്ണ കുറച്ചും കൂടി നമുക്ക് ഹെൽത്തിന് നല്ലത്. പണ്ടെല്ലാം നമ്മൾ വെളിച്ചെണ്ണ ഭയങ്കര കൊഴുപ്പാന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചൊരു കാലമുണ്ട്. പിന്നെ വീണ്ടും നമ്മളിപ്പോൾ വെളിച്ചെണ്ണയിലൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്കറിയാം, ഇതിൻ്റെ മുന്നിലത്തെ വ്ളോഗ് കണ്ടവർക്കറിയാം, നമ്മളിത് മില്ലിൽ കൊണ്ടുപോയിട്ട് ആട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് ഊറി വന്ന് ഞാൻ ക്യാനിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ആ വീഡിയോ ഒന്നും എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു നല്ല സ്മെല്ല് വരുന്നത് നല്ല നമ്മൾ ക്ലിയർ വെളിച്ചെണ്ണയാണല്ലോ. ഇനിയിപ്പോൾ ഇത് ഞാനൊന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് വെള്ളമൊക്കെ കറക്റ്റ് പാകത്തിനാണ്. നിങ്ങൾ കണ്ടില്ല, ക്യാരറ്റ് വേർതിരിച്ചെടുക്കാൻ ഇതിൽ നിന്ന് പറ്റൂല. ഇനിയിപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് ഞാൻ ഈ പഴം ഉണ്ടാകും നമ്മൾ പുഴുങ്ങിയെടുത്ത് അതൊന്ന് മിക്സിയിൽ നല്ലപോലെ അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മിക്സിയിലെല്ലാം കൈയോടെ നല്ലപോലെ മാഷ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയാലും മതി. ഞാൻ പിന്നെ ബലം പ്രയോഗിക്കാൻ കഴിയില്ലാന്ന് വിചാരിച്ചിട്ട് അങ്ങ് മാറ്റിയതാണ്. അപ്പം നമ്മുടെ ശർക്കര ഞാൻ അലിയിച്ചിട്ട് വേറൊരു പാത്രത്തിൽ അരിച്ച് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് 2 കൈപ്പിടിയോ 2.5 കൈപ്പിടിയോ തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലും ഞാൻ കുറച്ച് ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം എന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് കുറച്ചൊരു ഡിഫറൻസ് നമ്മൾ കുട്ടികൾക്ക് വരുത്തുന്നത് നല്ലതായിരിക്കും. അവർക്ക് ടേസ്റ്റ് പ്രധാനമാണ് ഇപ്പോഴത്തെ മക്കൾക്ക്. അങ്ങനെ ഇങ്ങനെയൊന്നും കഴിക്കുന്ന ഒരു പതിവേ ഇല്ല. നമ്മളെല്ലാം വൈകുന്നേരം വിട്ട് വരുമ്പോൾ രാവിലെ അവിൽ കുഴച്ചത് അങ്ങനെ എന്തെങ്കിലും നമ്മളെ വീട്ടിൽ ഉമ്മ ഉണ്ടാക്കി വെക്കുന്നത് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ എന്തായാലും പ്രശ്നമില്ല. ഇനിയിപ്പോൾ അതേ കിട്ടുള്ളൂ, ഓരോ ഓപ്ഷനില്ല. പിന്നെ തട്ടുകടയിൽ പോയിട്ട് വാങ്ങിക്കാമെന്നോ അല്ലേ ബേക്കറി പലഹാരങ്ങളോ അന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇന്നാണെങ്കിൽ നമുക്ക് ഭയങ്കരമായ ഓപ്ഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ കയ്യില്ലെങ്കിൽ ഓടിപ്പോയി തൊട്ടടുത്ത തട്ടുകടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാമെന്നുള്ളത്. അപ്പോൾ പഴവും ഈ അരിപ്പൊടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. തട്ടുകടയിൽ നിന്ന് വല്ലപ്പോഴും ഇപ്പോൾ നമ്മൾ പുറത്തെല്ലാം ഇറങ്ങിയൊരു തട്ടുകടയിൽ പോയിട്ട് ചായക്ക് കുടിക്കുക അതൊന്നും നമുക്ക് ഇല്ലാതെ പറ്റൂല. പക്ഷേ സ്ഥിരമായിട്ട് ഇപ്പോൾ കുട്ടികൾക്ക് തട്ടുകടയിലെ കടി വേണം എന്നൊക്കെ വാശി പിടിക്കുമ്പോൾ എനിക്കും തൊട്ടടുത്ത് തന്നെ തട്ടുകട ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ അവിടുത്തെ ഒരു സ്മെല്ലൊക്കെ വരും. മക്കൾ ഇങ്ങനെ പറയും ഉമ്മ ഒന്ന് വാങ്ങിത്തരുമെന്നില്ല. അപ്പോൾ ആ ഒരു ഇതിലേക്ക് ചാടിപ്പോകാതിരിക്കാൻ വേണ്ടി മാക്സിമം ഞാൻ വൈകുന്നേരം എന്തെങ്കിലുമെല്ലാം സ്പെഷ്യൽ ആക്കിയിട്ട് അവരുടെ മൈൻഡ് നമ്മുടെ കിച്ചണിലേക്ക് തന്നെ കൊണ്ടുവന്നല്ലേ പറ്റുള്ളൂ. അവരെ മെയിൻ പ്രശ്നം തട്ടുകടയിൽ തന്നെ അവർ എണ്ണ ഒരിക്കലും മാറ്റി ഉപയോഗിക്കില്ല. അധികവും കുറേ ദിവസം ഉപയോഗിക്കുമല്ലോ ഒരു എണ്ണ തന്നെ. അപ്പോൾ അത് വല്ലാത്തൊരു കെമിക്കലായി മാറുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം വല്ലപ്പോഴും ഒന്ന് കുടിക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ മാക്സിമം നമ്മൾ കഴിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് ഇത് ഞാൻ ബോൾസാക്കി എടുത്തിട്ട് ഇതിലേക്ക് ഇനി ഫില്ലിങ് വെച്ച് കൊടുക്കുക. അത്രേ പണി. സാധാരണ കൊഴുക്കട്ടയിൽ നിന്ന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഗീയൊക്കെ വേണമെങ്കിൽ ഈ അരിപ്പൊടിയിലും കുറച്ച് ഗീ ചേർക്കട്ടെ. അപ്പോൾ ഈ അരിയുടെ ആ പച്ച ടേസ്റ്റ് ഒന്നും ഇല്ലാണ്ട് കുട്ടികൾക്ക് ഇഷ്ടമുണ്ടോ. ഇതിപ്പം എൻ്റെ മക്കൾക്ക് ഈ ഒരു ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു ഫില്ലിങ് ഈ ഒരു രീതിക്ക് ഉണ്ടാക്കിയത് മധുരം വളരെ കുറച്ചേ ഉള്ളൂ, ഓവറായിട്ട് മധുരം ഇട്ടിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ നല്ലപോലെ ഷേപ്പ് എടുക്കുക. പിന്നെ എക്സസ് ആയിട്ടുള്ള അരി മാറ്റി കളയണം കേട്ടോ. നമ്മൾ ഉരുട്ടി വരുമ്പോൾ ആ എക്സസ് വന്ന സംഭവം നമ്മൾ പിഴുതെടുക്കണം. ഇതേപോലെ റൗണ്ടാക്കി കണ്ടേ ചുറ്റിച്ച് വരാം. അപ്പോൾ എക്സസ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാറ്റുക. അല്ലെങ്കിൽ അവിടെ ഒരു തടിപ്പ് വന്നാൽ കുട്ടികൾ അത് ബാക്കി വെച്ചിട്ട് അവിടെ പോകും. അത് പ്രത്യേകം നമ്മൾ ഈ ഉണ്ടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിപ്പോൾ സ്പൈസി ആയാലും സ്വീറ്റിലും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഉരുട്ടിയെടുക്കുന്ന ഒരു മെത്തേഡ് ശ്രദ്ധിക്കണം. നൈസായിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ആ ഫില്ലിങ്ങും അതും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് കുക്ക് ചെയ്യുക, അത്രേ പണിയുള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സംഭവമല്ലേ, ഹെൽത്തിയാണ്. പിന്നെ പ്രത്യേകിച്ചും പഴം കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാട്ടെ. ഇതിൽ പഴത്തിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നേയില്ല. പഴം ഈ ഒരു അരിയിൽ നമ്മൾ ചേർത്തിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാവില്ല. അപ്പം നമ്മുടെ ക്യാരറ്റ് ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം ഞാൻ പിന്നെ അസറൊക്കെ നിസ്കരിച്ച് വന്ന് കുട്ടികൾ വന്ന പാടന്നെ അവർക്ക് ഞാനൊരു ജ്യൂസ് കൊടുത്ത് അവരെ കുളിച്ച് ഫ്രഷ് ആക്കിയിട്ടോ ചായ കൊടുക്കുകയുള്ളൂ. അല്ലാണ്ട് ഒരു മടിയാണ് പിന്നെ കുളിക്കാതെ ചായ കഴിക്കുക എന്നുള്ളത്.
അങ്ങനെ ഇനിയിപ്പോൾ വരുന്ന സമയത്ത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ബീട്രൂട്ട് ക്യാരറ്റ് ജ്യൂസ് അങ്ങനത്തെ കുറേ നമ്മുടെ എന്താണ് പഴം വെച്ചിട്ടുള്ള ജ്യൂസ് അങ്ങനത്തെ ജ്യൂസിൻ്റെ റെസിപ്പി ഇൻഷാല്ല ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ മക്കൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് കൊടുക്കുക, എന്നിട്ട് അവരോട് നല്ല വൃത്തിയായിട്ട് വരാൻ പറയുക. അതിനുശേഷം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതേപോലത്തെ ഇതിപ്പോൾ അരിയാണ്, തേങ്ങയാണ്, പിന്നെന്താണ് റവയാണ്. അപ്പോൾ അതൊന്നും കഴിച്ചാൽ നല്ല ആരോഗ്യപരമായിട്ടുള്ള സംഭവങ്ങളാണ് കഴിച്ചെടുക്കുന്നത്. അതും കഴിച്ച് അവർ പഠിക്കാനിരിക്കട്ടെ. പഠിക്കാനിരുന്നിട്ട് ഇനിയിപ്പോൾ അഥവാ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് മുന്നേ അവർ ഉറങ്ങിപ്പോയാൽ നമുക്ക് ടെൻഷനില്ല, നല്ലപോലെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. പിന്നെ അതായത് നമ്മൾ എത്ര നേരത്തെ ഫുഡ് കഴിക്കുന്നു അത്രയും നല്ലതാണ്. ഇപ്പോൾ എൻ്റെ മക്കളെ കുളിയൊക്കെ കഴിഞ്ഞ് 6 മണി അവർ ചായ കുടിക്കണമെങ്കിൽ 6 മണിക്ക് ചായ കുടിച്ചാൽ പിന്നെ രാത്രി അങ്ങനെ ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന ഒരു പരിപാടിയില്ല. ചിലപ്പം ഞാൻ ആ പഠിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒന്ന് വായിൽ വെച്ച് കൊടുക്കും, അങ്ങനെയൊക്കെയാണ്. ചില ദിവസങ്ങളിൽ അവർ കഴിക്കും. ഇനിയിപ്പോൾ ചെറിയ മക്കളാണ്, KGയിലൊക്കെ പഠിക്കുന്ന, ഫസ്റ്റ് സ്റ്റാൻഡേർഡൊക്കെ പഠിക്കുന്ന മക്കളാണെങ്കിൽ ഇതൊക്കെ വൈകുന്നേരം കഴിച്ച് കിട്ടിയാൽ തന്നെ ധാരാളം. പിന്നെ അങ്ങനത്തെ കുട്ടിയൊക്കെയല്ലേ, നിങ്ങളൊന്ന് കുറച്ച് സെർവിങ് ചെയ്യുന്ന പ്ലേറ്റൊക്കെ നല്ല മൊഞ്ചിലാക്കി വെച്ച് കൊടുക്കാട്ടോ. പിന്നെ ഒരു ദിവസം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മളെ തൊട്ടടുത്തൊക്കെ ഷോപ്പിൽ ഇങ്ങനൊരു സംഭവം വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അരി വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. ഞങ്ങളിതിന് പറയുന്ന പേര് ഇടിയൂന്നി എന്നാണ്. അപ്പോൾ നിങ്ങൾ എന്താ പേര് പറയാന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതും നല്ല ഹെൽത്തിയാണ്. ഇത് എണ്ണയിൽ വറുത്ത് കോരുന്നുണ്ട്, ഓക്കെ. പക്ഷേങ്കിൽ ഞാനിതും വെളിച്ചെണ്ണയിൽ മാത്രമേ വറുക്കുള്ളൂ കേട്ടോ, ഓയിൽ വറുക്കലില്ല. ഇങ്ങനെ അത് പൊരിച്ചെടുത്താൽ ഇത് പഴം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മക്കൾ വരുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കിച്ചണിൽ വെറുതെ ബേക്കറിയിൽ നിന്ന് പലഹാരം വാങ്ങുന്നതിന് പകരം ഈ ഒരു പാക്കറ്റ് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ടൊന്ന് പൊരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. കുട്ടിക്ക് വയറ് നല്ലോണം ഫില്ലാകുകയും ചെയ്യും. അവരങ്ങ് ഇരുന്ന് പഠിച്ചോളും. വന്ന ഉടനെ കുട്ടിക്ക് നല്ല ഹെൽത്തി ഉള്ളത് കൊടുത്താലേ അവർക്ക് പഠിക്കാനൊരു ഉന്മേഷം ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പം ഞാനിങ്ങനെ സ്ഥിരമായിട്ട് വാങ്ങി വെക്കലൊന്നുമില്ല. മൂത്ത മോള് ഹോസ്റ്റലിൽ നിന്ന് വന്നാൽ അവൾക്ക് മെയിനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഇടിയെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനൊരു 2 പാക്കറ്റൊക്കെ വാങ്ങും. അപ്പോൾ 2-3 ദിവസം പൊരിക്കുമ്പോഴത്തേക്ക് അതങ്ങ് കാലിയാവും. പിന്നെ അടുത്തൊന്നും വാങ്ങിക്കില്ല കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് തന്നെയായിരിക്കും. പക്ഷേ ഇത് നമുക്ക് വീട്ടിൽ ചെയ്യാട്ടോ. ഞാൻ റമദാൻ കഴിഞ്ഞിട്ട് ഇത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെയാണ് ഏപ്രിൽ മെയിലെല്ലാം ഇത് നല്ലപോലെ ഉണ്ടാക്കി ഉണക്കി നല്ലൊരു ബക്കറ്റിലൊക്കെ ഇട്ട് വെച്ചാൽ നമുക്ക് ജൂൺ ജൂലൈ ഓഗസ്റ്റിലെല്ലാം മഴയുടെ സമയത്തൊക്കെ വിശപ്പ് കുറച്ച് കൂടുതൽ സമയമായിരിക്കുമല്ലോ ആ ഒരു ടൈമല്ല, അന്നേരമെല്ലാം നമുക്ക് വൈകുന്നേരം കുട്ടിക്ക് പൊരിച്ചു കൊടുക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വിചാരിക്കുന്നുണ്ട് തവക്കൽത്തു അലല്ല കഴിയുമെങ്കിൽ ഞാൻ ഇത് ഇടിയൂന്നി ഉണ്ടാക്കി ഊന്നിയിട്ട് ഉണക്കിയിട്ട് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെയ്തിട്ടില്ലായിരുന്നു, കഠിനമായ ചൂട് കാരണം. പിന്നെ അത് നോമ്പുമായിരുന്നല്ലോ ലാസ്റ്റിൽ, അതുകൊണ്ട് പിന്നെ അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് മാർച്ച് 1 നോമ്പ് തുടങ്ങുമല്ലോ, അത് കഴിഞ്ഞിട്ട് എന്തായാലും ഒരു ഏപ്രിലേക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിവിടെ എല്ലാവർക്കും ഇഷ്ടമാട്ടോ ഇടിയൂന്നി. എന്താണ് പറയുക, മുതിർന്ന ആൾ മുതൽ പിന്നെ ചെറിയ കുഞ്ഞു മക്കൾ വരെ ഇത് ഒരേപോലെ കഴിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ അത്യാവശ്യം ഇത് നല്ല വാങ്ങിക്കാൻ കിട്ടിയ ഈ ഒരു പാക്കറ്റ് കേട്ടോ. സാധാരണ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്നത് ചിലത് അത്ര നന്നാവില്ല, ഭയങ്കര ഹാർഡായിരിക്കും പൊരിച്ച് കഴിഞ്ഞാൽ. പക്ഷേ ഇത് നല്ല നേരിയതായിട്ടുള്ള ഇടിയൂന്നിയാണ്. ഇത് നമുക്ക് ഇടിയപ്പം വെച്ചിട്ടും ചെയ്യാം. ഇടിയപ്പം ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കിയിട്ട് നുറുക്കിയെടുത്തിട്ട് ഒന്ന് എണ്ണയിൽ വറുത്ത് കോരിയാൽ ഇതേപോലെ ആവുന്നുണ്ട്. പക്ഷേ ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തീരെ കിട്ടുന്നില്ല, നിങ്ങളൊന്ന് ഇടിയപ്പം ഒന്ന് ഉണക്കിയിട്ട് അങ്ങനെയും ചെയ്ത് നോക്ക്. പച്ചരിപ്പൊടി ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ടുള്ള ആ ഒരു ഇടിയപ്പം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ എണ്ണയൊന്നും കുടിക്കാതെ കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് കിട്ടിയൊരു അറിവ്. ഇൻഷാല്ലാ ഞാൻ ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. അതും നമുക്ക് എല്ലാവരുടെ അടുത്തും ചിലപ്പോൾ ഇത് ഊന്നാനുള്ള മെഷീൻ ഉണ്ടാകണമെന്നില്ലല്ലോ. ഇതിപ്പോൾ നമ്മളിത് ഈ മെഷീൻ ഇല്ല കേട്ടോ, നമ്മളൊരു റിലേറ്റീവിൻ്റെ അടുത്തുണ്ട്, അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വരണം. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഇൻഷാല്ലാ ഉണ്ടാക്കിയെടുക്കണം. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ. ഇവിടെ ഒരാൾക്ക് പഴം കുഴച്ച് കഴിക്കാനാണ് ഇഷ്ടം, ഒരാൾക്ക് ഇത് അപ്പാടെ നമ്മൾ പൊട്ടിയപ്പൊക്കെ കഴിക്കുന്ന പോലെ അവൾ പഴം സൈഡിലിങ്ങനെ കഴിക്കും, ഇതിങ്ങനെ കഴിക്കും, അങ്ങനെയാണ്. അല്ലാണ്ട് അത് കുഴച്ച് കഴിക്കുന്നത് അവൾക്ക് ഇഷ്ടം. അപ്പോൾ ഓരോരുത്തർക്ക് നമ്മളെ മക്കൾക്ക് തന്നെ വീട്ടിലുള്ള രണ്ടാൾക്ക് 2 ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കിച്ചണിലൊരു ഉമ്മാൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമ്മളെ കിച്ചണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. മെനു ഉണ്ടാക്കിയിട്ട് ഒരാൾ കഴിക്കാതിരുന്നാൽ അത് നമുക്ക് സങ്കടം തന്നെയല്ലേ. നമ്മളെ മക്കളല്ലേ, അവർ കഴിച്ചാലേ നമുക്ക് സമാധാനം കിട്ടും. ചിലപ്പോൾ ഹസ്ബൻഡിന് വേറെ ഇഷ്ടങ്ങളായിരിക്കും, മക്കൾക്ക് വേറെ ഇഷ്ടങ്ങളായിരിക്കും. എല്ലാം കൂടി തൃപ്തിപ്പെടുത്തി വരാമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇൻഷാല്ലാ കുട്ടികളായാലും നമ്മളായാലും ഒക്കെ അല്ലേ ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. മക്കളെ പ്രത്യേകിച്ച് നമ്മളൊന്നുകൂടി കൺസിഡർ ചെയ്യുമല്ലോ. അപ്പോൾ ഇൻഷാല്ലാ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാവേ.